നമ്മളെല്ലാവരും ടാക്സ് അടയ്ക്കുന്നവരാണ്. ഇപ്പൊ നിങ്ങൾക്ക് ജോലിയില്ല, അപ്പൊ നിങ്ങൾ സാലറീഡ് അല്ല, ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ടാക്സ് അവരുടെ സാലറിയിൽ നിന്ന് തന്നെ പിടിക്കും. എന്നാൽ നിങ്ങൾ സാലറീഡ് അല്ല, അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വാങ്ങുന്ന ഓരോ ഐറ്റത്തിനും ടാക്സ് ഉണ്ട്. അതാണ് GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഹായ് എവരിവൺ, ഞാൻ അഭിരാമി. പുതിയൊരു പോണിടെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്തിടയ്ക്കായിട്ട്, അതായത് ഡിസംബർ 2024 നമ്മുടെ ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റത്തിന് അനുസരിച്ച് കുറച്ച് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കുറച്ച് റിവൈസ്ഡ് ആയിട്ടുള്ള ടാക്സ് പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും പോപ്കോൺ ടാക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പോപ്കോൺ ടാക്സ്, എന്താണ് ഈ ടാക്സിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെന്ന് നമുക്കറിയാം. നമ്മൾ ഏതൊരു സിനിമ കാണുമ്പോഴും കൂടെ പോപ്കോൺ കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പോപ്കോണും സിനിമയും ശരിക്കും ഹാൻഡ് ഇൻ ഹാൻഡ് അത് ഒത്തുപോകുന്ന ഒരു സംഭവമാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു GST സിസ്റ്റം ആണ് ഈ ഒരു പോപ്കോണിനുള്ളത്. ആദ്യമായിട്ട് നോൺ ബ്രാൻഡഡ് സോൾട്ടഡ് പോപ്കോൺ ആണെങ്കിൽ അത് വരുന്നത് 5% GST ബ്രാക്കറ്റിലാണ്. അതേസമയം നമ്മൾ കഴിക്കുന്ന പോപ്കോൺ പ്രീ പാക്കേജ്ഡ് അതുപോലെ തന്നെ ബ്രാൻഡഡ് ആണെങ്കിൽ അതിന്റെ GST 12%, അതായത് 12% ആവും. ഇനി അതുമല്ല, കാരമൽ പോപ്കോൺ ആണെങ്കിൽ അത് വരുന്നത് 18%, അതായത് 18% GST ബ്രാക്കറ്റിലാണ്. അപ്പൊ എന്തുകൊണ്ട് കാരമൽ പോപ്കോണിന് ഇത്രയധികം ഹൈ ടാക്സ് അല്ലേ? അതിന്റെ കാരണം കാരമൽ അടങ്ങിയിരിക്കുന്ന ഹൈ ഷുഗർ, പഞ്ചസാരയുടെ അളവാണ് ഇതിന്റെ കാരണം. ഇനി പോപ്കോണിന് മാത്രമാണ് ഇത്രയും കോംപ്ലക്സ് GST എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. നമുക്കിനി റൊട്ടിയിലേക്ക് വരാം. നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ പോയി ഒരു നോർമൽ റൊട്ടി കഴിക്കുകയാണെന്ന് വിചാരിക്കാം. ആ റൊട്ടി വരുന്നത് 5% GST ബ്രാക്കറ്റിലാണ്. എന്നാൽ അതേസമയം റൊട്ടിക്ക് പകരം നിങ്ങൾ പറാത്താസ് ആണ്, നോർത്ത് ഇന്ത്യൻ പറാത്താസ് ആണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ടാക്സ് വരുന്നത് 18%. എന്താണ് ലോജിക്ക് എന്നല്ലേ? അപ്പൊ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നതനുസരിച്ച് പറാത്താസ് എന്ന് പറയുന്നത് റൊട്ടിയേക്കാളും കൂടുതൽ പ്രോസസ്ഡ് ആണ്. അതുകൊണ്ട് അതിന്റെ GST എന്ന് പറയുന്നത് നോർമൽ റൊട്ടിയേക്കാളും അധികമായിരിക്കും. ഇനി നമുക്ക് ലക്ഷറി ഐറ്റംസിലേക്ക് വരാം. നമ്മൾ ഈ വാങ്ങുന്ന ഡയമണ്ട്സ് അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ ശരിക്കും 3% ടാക്സ് ബ്രാക്കറ്റിലാണ് വരുന്നത്, 3%. അപ്പൊ നമ്മൾ ഹാപ്പിയാണ് അല്ലേ? എന്നാൽ ഇനി നിങ്ങൾ ഗോൾഡും ഡയമണ്ടൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ലക്ഷറി കാർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ലക്ഷറി കാറിന്റെ ടാക്സ് ബ്രാക്കറ്റ് വരുന്നത് 28%. ശരിക്കും ഇതെന്ന് പറയുന്നത് ഏറ്റവും ടാക്സ് ഉള്ള ഒരു ഐറ്റത്തിൽ ഒന്നാണ് ഈ ഒരു സ്പോർട്സ് കാർ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷറി കാർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എവരിഡേ നമ്മൾ ദൈനംദിനം നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഡിറ്റർജന്റ് ഇങ്ങനെയുള്ള ഐറ്റംസിന്റെ ടാക്സ് വരുന്നത് 18%. അതേസമയം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നമ്മൾ വാങ്ങുന്ന പച്ചക്കറി, പഴങ്ങൾ, ഇതിനൊക്കെ 0 GST ആണ് ഉള്ളത്, അല്ലെങ്കിൽ 0 ടാക്സ് ആണ് ഉള്ളത്. ഇനി ഈ ഐറ്റംസിന്റെയൊക്കെ GSTയിൽ ഇത്രയധികം കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത് കൊണ്ടുള്ള പ്രശ്നം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കോക്കനട്ട് ഓയിൽ കേസ്, അതായത് വെളിച്ചെണ്ണയുടെ കേസ്. എന്താണ് കോക്കനട്ട് ഓയിൽ കേസ് എന്നല്ലേ? നമ്മുടെ കേരളത്തിൽ നമ്മൾ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ശരിക്കും കുക്കിംഗ് ഓയിൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് വന്നാൽ വേറെ മറ്റു പലയിടങ്ങളിലും കോക്കനട്ട് ഓയിൽ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കില്ല. അവർ കൂടുതലും ഹെയർ കെയർ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പാരഷ്യൂട്ട് നമുക്കറിയാം അല്ലേ? അവിടെ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ, അങ്ങനെ മറ്റു പല എണ്ണകളായിരിക്കും. അപ്പൊ ഇവിടുത്തെ വിവാദം എന്താന്ന് പറഞ്ഞാല്, കുക്കിംഗ് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ എഡിബിൾ ഓയിലിന്റെ ആ ഒരു ബ്രാക്കറ്റിൽ ടാക്സ് വരണമോ, അതോ ഹെയർ കെയർ പ്രൊഡക്റ്റിന്റെ ആ ഒരു ബ്രാക്കറ്റിൽ ടാക്സ് വരണമോ? എഡിബിൾ ഓയിലിൽ നമ്മൾ കുക്കിംഗ് ഓയിലിന് എഡിബിൾ ഓയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് വരുന്നത് 5%. അതേസമയം നമ്മുടെ കോക്കനട്ട് ഓയിൽ ഹെയർ കെയർ പ്രൊഡക്റ്റിന്റെ ബ്രാക്കറ്റിലാണ് വരുന്നതെങ്കിൽ ടാക്സ് 18% ആവും. അപ്പോ ഇന്നേ വരെ ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ഒരു പാക്കേജിങ് സൈസിനനുസരിച്ച് ടാക്സ് ഇടാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു കുഞ്ഞു പാക്കേജിങ് ആണെങ്കിൽ അവർ പറയാൻ ഓക്കെ ഇതൊരു ഹെയർ കെയർ പ്രൊഡക്റ്റ് ആയിരിക്കും, 18% ടാക്സ് വരും. അല്ല, പാക്കേജിംഗ് സൈസ് വലുതാണെങ്കിൽ അത് എഡിബിൾ ഓയിലാണ്, 5% ടാക്സ്. അപ്പൊ ഇതാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനെ എതിർത്തുകൊണ്ട് പിന്നെ കേസ് ആവുകയും അതാണ് ഈ ഒരു ഡിബേറ്റിന്റെ ടോട്ടൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇപ്പോ കഴിഞ്ഞ ഡിസംബർ 18, 2024 നമ്മുടെ കോർട്ട് ഇതിനെതിരെയായിട്ട് റൂൾ ചെയ്തു. അപ്പൊ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം അവസാനം കോർട്ട് എന്താ പറഞ്ഞെന്ന് പറഞ്ഞാല്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഈ കോക്കനട്ട് ഓയിൽ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് ആണ് എന്ന് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ലേബലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ എഡിബിൾ ഓയിലിന്റെ ബ്രാക്കറ്റിലാണ് കൂട്ടേണ്ടത്. അപ്പൊ അതിന്റെ GST 5% വരും. അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് കണ്ടെയ്നർ സൈസ്, നമ്മുടെ ആ ഒരു പാക്കേജിംഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ സൈസിന്റെ സൈസ് എന്തോ ആയിക്കൊള്ളട്ടെ, അവർ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഹെയർ കെയർ പ്രൊഡക്റ്റ്, അതായത് പാരഷ്യൂട്ട് ഹെയർ കെയർ പ്രൊഡക്റ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എഡിബിൾ ഓയിൽ ആയിരിക്കും.
അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ GST 18% വരും, പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ GST 5% വരും. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ എന്താ പറയാ 2 പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായി ഏത് ടാക്സ് ബ്രാക്കറ്റിൽ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വൈവിധ്യം നിറഞ്ഞൊരു നാടാണ് അല്ലെ. പല ഐറ്റംസും പല കാര്യത്തിനും അവർ നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴും ഏത് ടാക്സ് ബ്രാക്കറ്റിൽ വരണം, അതെങ്ങനെ നമ്മൾ എത്ര പൈസ ഈടാക്കണം, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഓരോ പ്രൊഡക്റ്റിനും ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടായാൽ അത് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. GST ശരിക്കും നമ്മുടെ ഈ ഒരു ടാക്സ് ഇന്ത്യയിലുള്ള എൻ്റെ ഒരു ടാക്സ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടിയാണ് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതനുസരിച്ച് ഈ GST കാരണം ഈ ഒരു GST ടാക്സിങ് ശരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ഇതിന് കാരണം? ലൈക്ക് നിങ്ങൾക്ക് എന്ത് സജഷൻസ് ആണ് ഇതിൽ വെക്കാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.